some fundamental theorems. Theorem 1. Corresponding to a characteristic vector x of a square matrix A, there exists one and only one characteristic root, whereas corresponding to a characteristic root, there exists more than one characteristic vectors. So, corresponding to a characteristic vector x of a square matrix A, the characteristic vector Ax is equal to lambda x. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ സീറോ വെക്ടർ എക്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് പറയുക. അതുപോലെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡ, നമ്പർ ലാംഡയെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ സീറോ വെക്ടർ എക്സ്, ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ. കറസ്പോണ്ടിങ് ടു എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സ്, ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സ് കൺസിഡർ ചെയ്താൽ there exists one and only one characteristic root. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് only one characteristic root എക്സിസ്റ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. പക്ഷേ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് വരാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്, ഒരു പർട്ടിക്കുലർ ലാംഡ നമ്മൾ ഫിക്സ് ചെയ്തു, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് തീർത്തി പറയുക. Okay, proof omitted ആണ്. Then theorem 2. The product of characteristic roots of a square matrix of order n is equal to the determinant of the matrix. So നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്, അതായത് ലാംഡാസ്, ഒരു മെട്രിക്സ് എ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലാംഡാസ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നു എ മൈനസ് എക്സ് ഐ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് എക്സ് ഐ ഈക്വൽ ടു 0 എന്ന ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എല്ലാം കിട്ടും. ഈ മെട്രിക്സ് എയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സും കിട്ടും. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ്, സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു എൻ റോഡ് മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു nth ഡിഗ്രി ഇക്വേഷനാണ്. സോ നമുക്ക് ഒരു nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ n റൂട്ട്സ് കിട്ടും. അപ്പോൾ n ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടും. ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് കണ്ടാൽ ഇപ്പോൾ ഒരു 3 റോഡ് മെട്രിക്സ് ആണ് എങ്കിൽ നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നില്ല, ചിലപ്പോൾ ഒരേ റൂട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആ 3 റൂട്ട്സിൻ്റെയും പ്രൊഡക്റ്റ് എടുത്താൽ, ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ അത് ഡിറ്റർമിനൻ്റ് ഓഫ് എയോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറയുക. ഓക്കെ, തിയറം 3. For a square matrix A, lambda is a characteristic root if and only if there is a non-zero vector x such that ax is equal to lambda x. Lambda characteristic root ആവണമെങ്കിൽ there is a non-zero vector x, ഒരു non-zero vector x എക്സിസ്റ്റ് ചെയ്യണം, x is equal to lambda x വരുന്നത് നമ്മുടെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, the equation ax is equal to lambda x has a non-trivial solution x if lambda is a latent root of it. അപ്പോൾ ലാംഡ ഒരു ലാറ്റന്റ് റൂട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ ആണെങ്കിൽ, സോറി ഐഗൺ റൂട്ട് ആണെങ്കിൽ, ഐഗൺ വാല്യൂ ആണെങ്കിൽ, ലാംഡ ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ സ്കെയിലർ ലാംഡ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് ദി മെട്രിക്സ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മൈനസ് ലാംഡ ഈസ് സിംഗുലർ. നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. എ മൈനസ് ലാംഡ സിംഗുലർ ആവുന്നത്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന ഇക്വേഷനെ നമ്മളൊന്ന് സിമ്പിളാക്കിയിരുന്നു, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. എ എക്സ് മൈനസ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ദെൻ വിച്ച് ഇംപ്ലൈസ് എ എക്സ് മൈനസ് ലാംഡ ഇ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ദെൻ വിച്ച് ഇംപ്ലൈസ് a minus lambda I into x is equal to 0. So it's a homogeneous equation. ഈ ഇക്വേഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എ മൈനസ് ലാംഡ ഐ സിംഗുലർ. ഇത് സിംഗുലർ ആണെങ്കിൽ നമുക്ക് പറയാം ഇതിനൊരു നോൺ ട്രിവിയൽ എക്സ് സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യും. സോ ലാംഡ അവിടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആവും. ലാംഡ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആവണമെങ്കിൽ ഈ ഇക്വേഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ തേർഡ് തിയറം. Now fourth one more theorem. Theorem 4.
if x1 and x2 and x2 are two eigenvectors corresponding to the eigenvalue lambda of a matrix A, then their linear combination alpha x1 plus beta x2, where alpha and beta are non-zero scalars, is also an eigenvector corresponding to the same eigenvalue. ഇത് x1 x2 രണ്ട് eigenvectors ആണെങ്കിൽ എപ്പോഴാണ് eigenvector ആവുക? corresponding to the eigenvalue lambda, അതായത് ax is equal to ax1 equal to lambda x1. eigenvalue ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടറാണ് x1. അതുപോലെ x2, അതായത് ax2 ഈക്വൽ ടു ലാംഡ x2. അപ്പോൾ x1 x2 രണ്ട് ഐഗൺ വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ x1 പ്ലസ് ബീറ്റ x2. ആൽഫയും ബീറ്റയും ടു സ്കെയിലേഴ്സ്, നോൺ സീറോ സ്കെയിലേഴ്സ്. ആൽഫ x1 പ്ലസ് ബീറ്റ x2 ഒരു ഐഗൺ വെക്ടർ ആയിരിക്കും കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ ലാംഡ. അതായത് ഒരു ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ആൽഫ x1 പ്ലസ് ബീറ്റ x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആൽഫ x1 പ്ലസ് ബീറ്റ x2 ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് ഐഗൺ വെക്ടേഴ്സിൻ്റെ ഏത് ഐഗൺ വെക്ടേഴ്സ് എടുത്താലും അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും അഗെയിൻ ഒരു ഐഗൺ വെക്ടർ ആയിരിക്കും കറസ്പോണ്ടിങ് ടു സെയിം ഐഗൺ വാല്യൂ ലാംഡ. ഇതാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ.